എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 9 of Pentacles energy connections, 8 of Wands, Queen of Swords, Page of Pentacles, Justice card, Knight of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വളരെയധികം നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉടെയും സമയമായിരിക്കും. 9 of Pentacles energy connections ആണ്. ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ഗുഡ് ന്യൂസ് ലഭിക്കുന്നുണ്ട്. അത് സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾ എന്തെങ്കിലും വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടാവാം. കുറച്ചധികം നാളായിട്ട് ശ്രമിച്ച് സ്ഥലമോ വീടോ ഒക്കെ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫൈനലി ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. വിചാരിച്ച രീതിയിൽ സ്ഥലവും ഒക്കെ വിറ്റ് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലൊരു സ്ഥിരത ഉണ്ടാകുന്നുണ്ട് ഫൈനലി കുറച്ചധികം നാളുകൾക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. ഒരു സെക്യൂർ ബേസ്, സാമ്പത്തികമായിട്ട് മണി റിലേറ്റഡ് ആയിട്ട് ഒരു സെക്യൂർ ബേസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഒരു വെൽബീയിങ് എന്നുള്ള രീതിയിൽ പറയാം. നിങ്ങളുടെ ഗോൾ എന്തായിരുന്നു, ആ ഗോൾ നേടുന്നൊരു സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കരിയറിൽ പൊതുവെ ഒരു ഉദ്യോഗ കയറ്റം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മുന്നേറ്റമാണ്, ഗ്രോത്താണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രമോഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോൾ എനർജി, ചില ആളുകളുടെ എനർജിയിൽ മാറ്റം സംഭവിക്കുന്ന ഒരു സമയം. ഇപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതിയും ഇതിനനുസരിച്ചിട്ട് ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് പ്രൊമോഷൻ ആയിരിക്കാം. അത് ജോലിയിൽ നിന്നൊരു അതേ ജോലിയിൽ ഉദ്യോഗ കയറ്റവും മറ്റൊരു രീതിയിൽ. മറ്റു ചിലരെ സംബന്ധിച്ചൊരു ജോലി മാറ്റം എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക്, പുതിയൊരു ജോലിയിലേക്ക് മൊത്തത്തിലുള്ളൊരു മാറ്റം. അതായത് കമ്പനി മാറുന്നു, സ്ഥലം മാറുന്നു, ചിലപ്പോൾ രാജ്യം തന്നെ മാറുന്നു എന്നുള്ള രീതിയിലാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് പറയേണ്ടി വരും. അപ്പോൾ പൊതുവിൽ ഈ മാറ്റങ്ങൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് കാണാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 of Wands എനർജി കണക്ഷൻസ് ആണ്. ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രൊമോഷനോ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാം. അതേപോലെ തന്നെ ഒരു പ്രൊമോഷൻ ലഭിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലിയിൽ കയറി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പുതിയൊരു ജോലിക്ക് കാര്യങ്ങളും ഇതിനേക്കാൾ മികച്ച ശമ്പളമോ മികച്ച സ്ഥാനമോ സാഹചര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 2 പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിനെ കാണാം. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒത്തിരി തൃപ്തിയും പല കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിനെയും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കായിരിക്കും എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സിറ്റുവേഷനാണ് വരുന്നത്. എന്നിരുന്നാലും കോഷൻ എടുക്കേണ്ട സിറ്റുവേഷനിൽ അത് എടുക്കുക. പക്ഷേ പൊതുവേ നിങ്ങളറിയാത്ത സിറ്റുവേഷനിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് എതിരെ എന്തെങ്കിലും ശ്രമിക്കുകയോ മറ്റോ ചെയ്താൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അത് നിങ്ങൾക്ക് എതിരായിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് നിങ്ങളുടെ കൈകളിലാണ്. വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെ നോക്കി കാണുന്നത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചേഞ്ച്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ നിങ്ങൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ടും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും
നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഈ മാറ്റങ്ങളെ കാണാനായിട്ട് പറ്റുന്നത്. വേണ്ടെടുത്ത് നിങ്ങൾ കോഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട്, കൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് ജസ്റ്റിസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ മെച്യൂർ ആയിട്ടുള്ള, അതായത് ഇമോഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പൊതുവേ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും നിങ്ങൾ കരഞ്ഞു വിളിച്ചു പോയി അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോകാതെ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിന്നുകൊണ്ട് വളരെ കാമായിട്ട് നിന്നുകൊണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സിറ്റുവേഷനും നിങ്ങൾ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് കൂളായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ പലരെ സംബന്ധിച്ച് ഇതുവരെ നിങ്ങളുടെ ചുറ്റുമുള്ള ചില വ്യക്തികളും, എല്ലാവരും അല്ല, അവർ വളരെ ടോക്സിക് ആയിരിക്കും, നെഗറ്റീവായിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം, ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് എല്ലാവരെയും കൂട്ട് നിർത്തുന്നു എന്നുള്ളത്. പക്ഷെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ കൂടെ നിർത്തിയാൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ എനർജി വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ചെന്നെത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻസിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റിനെ തരാത്ത ടോക്സിസിറ്റി മാത്രം നൽകുന്ന ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പുറത്ത് കടക്കുന്നു. ആ റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ചില സിറ്റുവേഷനിൽ സൈലൻ്റായിട്ട് പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾ അവരെ അറിയുന്ന പോലുമില്ല, നിങ്ങൾ പതുക്കെ അവിടെ നിന്ന് മാറി എന്നുള്ളത്. ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇമോഷണലി മെൻ്റലി വളരെ പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളോ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളിൽ നിന്ന്, ഇതിപ്പോൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ആരാണ്, ഫാമിലിയിലുള്ള ആളുകളാണോ, നിങ്ങളുടെ സ്പൗസാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആര് വേണമെങ്കിലും ആകാം അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി ഫിനാൻഷ്യലി നിങ്ങൾ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് മാറുന്നുണ്ട്. അപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, അത് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് മാറുമ്പോൾ പ്രായഭേദമന്യേ ഈ ഒരു എനർജിയാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഇപ്പോൾ നോർമലി വർക്കിംഗ് സിറ്റുവേഷനിലിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ പ്രായമായിട്ട് റിട്ടയർ ആയ ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ കാണുന്നു. നിങ്ങളൊരു വീട്ടമ്മയാണ്, വർഷങ്ങളായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം, അതൊരു ബിസിനസ് ആവാം, ജോലിയാവാം, അതിനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഇതിലൊന്ന് സൂചിപ്പിക്കുന്നത് വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ലീഗൽ ബാറ്റിൽസ് ചെയ്യുന്നവരായിരിക്കാം. ഇപ്പോൾ ലീഗൽ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഡിവോഴ്സ് കേസ് കാര്യങ്ങൾ നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസ് കാര്യങ്ങൾ നടക്കുന്നതോ ഒക്കെ ആവാം. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ഫൈനലി വിധി വരുന്ന സമയമാവാം. അതൊരു ലീഗലായിട്ടുള്ള രീതിയിലാവും, അല്ലാത്ത നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ പറയാം. പേഴ്സണൽ നിങ്ങളുടെ ലൈഫിൽ ലീഗലായിട്ട് കേസ് കാര്യങ്ങളൊന്നും പോകുന്നില്ല, പക്ഷേ നിങ്ങളോട് ചതിവോ വഞ്ചനയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ ദൈവത്തിൻ്റെ കോടതി എന്ന് നമ്മൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ കോടതിയിൽ അതിന് ന്യായം വിധിക്കുകയും ആ ഒരു വ്യക്തി ഇവിടെ ജീവിതത്തിൽ നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഭാഗത്ത് അല്ലായിരുന്നു തെറ്റ് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്ന സിറ്റുവേഷനും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു എനർജി, അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇത് രണ്ട് തരത്തിലുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പൊതുവേ ഇതുവരെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വിദേശ രീതികൾ, വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് ആ ഒരു ഇതിൽ ഭ്രമിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും
നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വന്തം രാജ്യത്തേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്, ഒരു വിരോധാഭാസമാണ്. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ നാട്ടിൽ ചെയ്യാതിരുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ പള്ളികളിലും ക്ഷേത്രങ്ങളിലൊന്നും പോകാതെ വെസ്റ്റേൺ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ ചെന്നതിന് ശേഷം പക്ഷേ നിങ്ങൾ അവിടെ ക്ഷേത്രങ്ങളോ പള്ളികളോ ഇതുപോലുള്ള കാര്യങ്ങൾ, സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജനറലി സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന എനർജിയാണ് ദൈവത്തിങ്കൽ അല്ലെങ്കിൽ ദൈവത്തോട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയോട് സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.